തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കും പോൽ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയപ്പെട്ടവരെ, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖപൂരിതമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ശിഷ്യന്മാരോടൊപ്പം ഗത്സമൻ തോട്ടത്തിലിരിക്കുന്ന ക്രിസ്തു ആത്മാവിൽ അസ്വസ്ഥനാവാൻ തുടങ്ങി. അവൻ ഒരു കല്ലേറ് ദൂരം അവരിൽ നിന്ന് മാറിയിരുന്നു. പ്രാർത്ഥനയുടെ പാഠം ക്രിസ്തു പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു കല്ലേറ് ദൂരം അവൻ മാറിയിരുന്നു. മനുഷ്യരിൽ നിന്നകന്ന് അവൻ ദൈവത്തോടൊപ്പം ഒരു കല്ലേറ് ദൂരം അടുപ്പത്തിലായിരുന്നു. ലാസറിനെ ഉയർപ്പിക്കാൻ വരുന്ന ക്രിസ്തു ഇതുപോലെ ആത്മാവിൽ അസ്വസ്ഥനാകുന്നതായിട്ട് നമ്മൾ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്. ലാസർ രോഗബാധിതനായി അറിഞ്ഞിട്ടും താൻ താമസിച്ചിടത്ത് തന്നെ 2 ദിവസം കൂടി കഴിഞ്ഞ ക്രിസ്തു അവൻ്റെ അടുക്കലേക്ക് വരുമ്പോഴേക്കും ആത്മാവിൽ അസ്വസ്ഥനായിട്ട് അവൻ എവിടെയാണ് സംസ്കരിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. അവൻ ആത്മാവിൽ നെടുവേർപ്പെട്ടു. കല്ലറയുടെ മുമ്പിൽ വന്നിട്ട് ക്രിസ്തു ഇങ്ങനെയാണ് പറയുക: പിതാവേ, അങ്ങൻ്റെ പ്രാർത്ഥന കേട്ടുവെന്ന് എനിക്കറിയാം. അങ്ങെപ്പോഴും എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്നും എനിക്കറിയാമെന്ന്. എന്നിട്ട് ക്രിസ്തു അവരോട് പറയും അവൻ്റെ കല്ലറ തുറക്കുവനെന്ന്. കല്ലുകൾ എടുത്തു മാറ്റുമ്പോൾ ലാസർ ഉയർപ്പിക്കപ്പെട്ടിരിക്കുന്നതായി അവർ കണ്ടു. അവൻ്റെ ഉള്ളു നിറഞ്ഞ നെടുവീർപ്പായിരുന്നു പ്രാർത്ഥന. പൗലോസ്ലീഹ പ്രാർത്ഥനയെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു വയ്ക്കും: വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ആത്മാവിൻ്റെ ഇംഗിതം ഗ്രഹിക്കുന്നവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുവെന്ന്. ബൈബിളിലെ ഏറ്റവും ചെറിയ വാക്യത്തിൽ ക്രിസ്തുവിൻ്റെ അസ്വസ്ഥതയും പ്രാർത്ഥനയും ഉണ്ടായിരുന്നു. യേശു കരഞ്ഞു. അവൻ്റെ കരച്ചിൽ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു. ഉള്ളു നിറഞ്ഞ കണ്ണുനീരനെ ദൈവം കാണും. സ്നേഹത്തോടുകൂടെയുള്ള ഓരോ ഗദ്ഗതത്തെയും ദൈവം ശ്രദ്ധിക്കും. ആത്മാവ് എപ്പോഴും ആർദ്രമായിരിക്കാനുള്ള കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.